വിശ്വനാഥനും നടരാജനും ഗുണ്ടകളുമായി അമ്പാടി വീട്ടിലെത്തുന്നു. അർച്ചനയുടെ പിന്നിൽ ആരോ ഉണ്ടെന്ന സംശയം നടരാജൻ വിശ്വനാഥനോട് പറയുന്നു. അർച്ചനയ്ക്കെതിരെയുള്ള വിശ്വനാഥന്റെ നീക്കത്തെ ജയന്തി എതിർക്കുന്നു. അമ്പാടി വീട്ടിലേക്ക് പണം വരുന്നത് മൂന്നാറിൽ നിന്നാണെന്ന് CI ഹേമചന്ദ്രൻ വിശ്വനാഥനോട് പറയുന്നു. അർച്ചന മൂന്നാറിലാണെന്ന് ഡോക്ടർ ഹിമ CI സുരേന്ദ്രനോട് പറയുന്നു. ഇതറിയുന്ന അർച്ചന തന്റെ സിം കാർഡ് നശിപ്പിക്കുന്നു. റോസ്ലി ബംഗ്ലാവ് കൈക്കലാക്കാൻ നിരഞ്ജനയുടെ കുഞ്ഞിനെ ലക്ഷ്യമിടുന്ന ഭാമിനി. നിരഞ്ജന ഉടൻ സിംഗപ്പൂരിലേക്ക് പോകണമെന്ന് വിശ്വനാഥൻ. പണം കൊടുത്ത് അർച്ചനയെ കൂടെ നിർത്താൻ ശ്രമിക്കുന്ന ഭാമിനി. മൂന്നാറിൽ നിന്ന് അർച്ചന ജീവനോട് പോകരുതെന്ന് വിശ്വനാഥൻ. കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വില്യംസ് റോസ്ലി ബംഗ്ലാവിൽ കയറുന്നു. മാഡം വിശ്വസിക്കുന്നത് പോലെ രക്ഷിക്കാനൊന്നുമല്ല. ഇതിന് പിന്നിൽ ഭാമിനിയാണെന്ന് അർച്ചന നിരഞ്ജനയോട് പറയുന്നു. അതെ, അപ്പോ ഇതൊരു മോഷണ ശ്രമം തന്നെയായിരുന്നു. പോലീസ് റോസ്ലി ബംഗ്ലാവിലെത്തി അന്വേഷണം ആരംഭിക്കുന്നു. ഞാൻ അന്വേഷിച്ചോളാം. പിടിച്ചു നിൽക്കണമെങ്കിൽ എതിരിടാൻ തന്നെ. അർച്ചന നമുക്കൊരു വെല്ലുവിളിയായി മാറുമെന്ന് നടരാജൻ. രാത്രി മഴ തുടരുന്നു. കുഞ്ഞിനെ കിട്ടിയെന്ന് കേട്ടപ്പോ അളിയനോട് സ്വന്തമാക്കാൻ അവൾ പറഞ്ഞത് പരിഹാസം അല്ലാതെ മറ്റെന്താ? സുധിയുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ നമ്മൾ ഈ ഓട്ടോ ഓടിയത്. മൂന്നാർ പോലൊരു ടൗണിൽ അവൾ എവിടെ വിളിച്ചിരിക്കാനാ? ടീ ഫാക്ടറിയിലാണെന്ന് കേട്ടത് തെറ്റാണെങ്കിലോ? അവൾക്ക് മറ്റെന്തെങ്കിലും ജോലി കിട്ടി വന്നതായി കൂടെ? എന്റെ സംശയം അവൾക്ക് വല്ല ബാങ്കിലെങ്ങാനും ജോലി കിട്ടി കാണുന്ന. അങ്ങനൊരു സാധ്യത ഒരിക്കൽ ശബരി പറയുന്നത് കേട്ടു. എങ്കിൽ നമുക്ക് അവളെ തൊടാൻ പോലും പറ്റില്ല. അവൾ ഏതോ പ്രൈവറ്റ് കമ്പനിയില്ല. അതിൽ കൂടുതൽ ഒന്നും സംഭവിച്ചിട്ടില്ല. മൂന്നാറിൽ മാത്രം അന്വേഷണം ഒതുങ്ങാനും പാടില്ല. ജയന്തി ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സുധിയെ മടക്കി കൊണ്ടുവരാനാ. അവനും അവിടെ മടുപ്പായെന്ന് കേൾക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ സുധി വന്നിറങ്ങിയാലുള്ള അപകടാവസ്ഥ നടരാനൊന്ന് ഓർത്തു നോക്കി. സുഗതന്റെ അന്വേഷണം നടക്കട്ടെ. മറ്റു വഴികൾ കൂടി നമുക്ക് തേടണം. അളിയൻ CI ഹേമചന്ദ്രനെ രംഗത്തിറക്ക്. വെറും 4 ദിവസം. അതിനുള്ളിൽ അർച്ചനയെ അയാൾ കണ്ടെത്തിയിരിക്കും. മാഡം. അലിസെ, കിച്ചന്റെ ഡോർ ശരിയാക്കിയായിരുന്നോ? ശരിയാക്കി മാഡം. അഴകേച്ചൻ ആളെ കൊണ്ടുവന്നു. ഇനി വാതിലടച്ച് കുറ്റിയിരുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം കേട്ടോ. എന്നും ഞാനത് 2 വട്ടം നോക്കാറുണ്ട് മാഡം. കള്ളനകത്തുള്ളപ്പം ഒരാൾക്ക് പുറത്തുനിന്ന് പ്രവേശിക്കാനാണോ പ്രയാസം? അവർ തന്നെ വന്ന് വാതിൽ തുറന്നു കൊടുക്കില്ലേ? പിന്നെ ആൻറ്റിയോട് എങ്ങനെ മടങ്ങിപ്പോവാൻ പറയുമെന്ന് എനിക്കൊരു നിശ്ചയവും ഇല്ല. നിഷ്കളങ്കമായിട്ടാണ് എന്നോട് പെരുമാറുന്നത്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള വിചാരമാണ് അവർക്ക്. ആലിസിനോട് വേറെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അതവർ മനഃപൂർവ്വം പറയാത്തത്. പക്ഷെ കള്ളനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്തൊരു ചിരിയുണ്ടായിരുന്നു. കണ്ട പേടി തോന്നും. അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ചതിനുള്ള ശിക്ഷ ഞാൻ ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. രക്തബന്ധമല്ലേന്ന് ഞാൻ കരുതി. എന്നെ അവർ ദ്രോഹിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ വിഷമായിരുന്നു അവരുടെ മനസ്സിൽ. നേരിട്ടൊരു ഏറ്റുമുട്ടലില്ലാതെ ബുദ്ധിപൂർവ്വം അവരെ ഒഴിവാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻറ്റി മടങ്ങിപ്പോയിക്കോ എന്ന് അവരുടെ മുഖത്ത് നോക്കി ഞാൻ പറയുമ്പോൾ അതിനൊരു കാരണവും പറയേണ്ടി വരും. അതിന് ഒരു വഴിയുണ്ട് മാഡം. ഇവിടെ നിൽക്കുന്നത് പേടിയായതുകൊണ്ട് മാഡത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതായി പറയണം. പോകണ്ടെന്ന് പറയാൻ അവർക്ക് പറ്റില്ലല്ലോ. എന്നോട് തിരിച്ചു പോകാനും മാഡത്തിന് പറയാം. അതെന്തിനാ? ഞാൻ എവിടെയാണെങ്കിലും ആലീസിന്റെ സഹായം എനിക്ക് വേണ്ടേ? അത് പിന്നീട് ഞാൻ മടങ്ങി വരാം. ഇപ്പൊ എന്നോട് ശമ്പളവും വാങ്ങി പോവാൻ പറഞ്ഞാൽ മതി. അങ്ങനെ പറയുമ്പോ അവർക്ക് വിശ്വാസാവും. ആലീസ് പറഞ്ഞത് നല്ല ഉപായമാ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആൻറ്റിക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വരും.
മാഡം അത് പറയാൻ വൈകരുത്. അവരുടെ അടുത്ത നീക്കം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ കുഞ്ഞു തന്നെയാണ് ലക്ഷ്യം. ഇനി അവരിവിടെ നിൽക്കുന്നത് അപകടമാണ്. എനിക്കതറിയാം ആലീസെ, പക്ഷെ പെട്ടെന്ന് കയറി പറയാൻ പറ്റില്ല. ഒരു റീസൺ കണ്ടെത്തണം. ആ, ഒരു കാര്യം ചെയ്യാം. സുധി തിരിച്ചു വരുന്നെന്ന് പറയാം. എന്നോട് വീട്ടിലേക്ക് പോവാൻ പറഞ്ഞെന്നും പറയാം. ആ, അത് മതി. അപ്പൊ അവർക്കൊരു സംശയം തോന്നില്ല. പക്ഷേ ഉടനെയൊന്നും അവർക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. ടിക്കറ്റ് ഓക്കെ ആവണ്ടേ? അതുവരെ ഇവിടെ എവിടെങ്കിലും തങ്ങിയേ പറ്റൂ. അതൊക്കെ നമ്മൾ എന്തിനറിയണം? ഇവിടെ നിന്ന് ഇറങ്ങിയ പോരെ. ആൻറ്റിയെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാന്ന് അവർ തിരിച്ചറിയും. നമ്മളിവിടെയുള്ള വിവരം അറിയിച്ചു കൊടുക്കാൻ അവർക്ക് ആളുകളുണ്ട്. കുറച്ച് ദിവസം നമുക്ക് പുറത്തൊന്നും ഇറങ്ങണ്ട. അന്വേഷിക്കുന്നവരോട് മാഡം പോയി അഴകേശിനെ കൊണ്ട് പറയിച്ചാ പോരെ. എങ്ങനെയായാലും നാളെ തന്നെ ഞാൻ അവരെ ഇവിടെ ഒന്ന് ഒഴിപ്പിച്ചിരിക്കും. അതിനൊരു മാർഗം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ ആലീസെ. എന്താ മാഡം? അവൾ എന്നെ തിരിച്ചറിഞ്ഞു. വില്യംസിനെ അയച്ചത് ഞാനാണെന്ന് അവള് തിരിച്ചറിഞ്ഞു. അതെങ്ങനെ? ഉണ്ണിത്താന്റെ മോളല്ലേ അവള്. ഇനി ഒരു പരാജയം ഏറ്റുവാങ്ങി മടങ്ങിപ്പോകാൻ എനിക്ക് പറ്റില്ല വില്യംസ്. എന്തു വേണമെന്ന് മാഡം പറഞ്ഞാൽ മതി. നാളെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അതിനുള്ള നീക്കത്തിലാ അവള്. വില്യംസ് ഇപ്പൊ എവിടെയുണ്ട്? ഞാനിപ്പോ മൂന്നാറിൽ തന്നെ ഉണ്ട് മാഡം. ഇനിയുള്ള നീക്കങ്ങളൊക്കെ പകല് മതി. വില്യംസ് ഉടനെ ഇവിടെ എത്തണം. ഞാൻ ഉടനെ എത്താം മാഡം. ബംഗ്ലാവിനടുത്ത് എത്തിയാലുടൻ എന്നെ വിളിക്കണം. വിളിക്കാം മാഡം. നാളെ എന്നെ ഇറക്കാനുള്ള നമ്പർ അവൾ പുറത്തെടുക്കുന്നതിന് മുമ്പ് ഞാൻ അവളെ മലർത്തിയടിക്കും. പതുക്കെ പോയാ മതി. മതി, ഇരിക്കെ. ഇങ്ങോട്ടിരിക്കേ. നടക്കണമെന്നൊരു വാശി തോന്നിയാലല്ലേ അതിന് സാധിക്കൂ. വേദനിക്കില്ലേ കാല്? അതില്ലാതിരിക്കോ? ഇങ്ങോട്ടിരുന്നേ. പതുക്കെ. ഇങ്ങോട്ട് കാല് വെച്ച്. പതുക്കെ പതുക്കെ. മറ്റൊന്ന് ആശുപത്രി പോകേണ്ടതാ. കയ്യിലാണെങ്കിൽ 100 രൂപ തികച്ചെടുക്കാനില്ല. രായപ്പൻ തനിച്ച് നടന്നു തുടങ്ങിയോ? ഒന്ന് ശ്രമിച്ചു നോക്കിയതാ. ആശാനിരിക്കും. അല്ല, ശ്രമിച്ചു നോക്കുന്നത് നല്ലതാ. മുറിവിന്ന് ഒന്നുകൂടെ ബാൻഡേജ് മാറ്റിയ രായപ്പനെ നടത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നറിയാം. എല്ലാം പിള്ളേരെ ആശ്രയിച്ചല്ലേ പോകുന്നത്. പിന്നെ നാളെ കഴിഞ്ഞ് ആശുപത്രി പോകേണ്ടതാ. അത് നടക്കില്ല. രായപ്പന്റെ അവസ്ഥ ഞങ്ങൾക്കെല്ലാം അറിയാം. ഈ സമയത്ത് രായപ്പനെ സഹായിക്കാനുള്ള മനസ്സ് നാട്ടുകാർക്കുണ്ട്. ആശാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും കൂടി പിരിവെടുത്ത് ഒരു തുക രാജപ്പന് തരാൻ ഉദ്ദേശിക്കുന്നു. അതിന് രായപ്പന്റെ മനസ്സറിയണം. അതിനുവേണ്ടിയാ എല്ലാവരും കൂടി എന്നെ ഇങ്ങോട്ട് അയച്ചത്. നാട്ടുകാർക്ക് അങ്ങനെ മനസ്സുണ്ടായതിന് വളരെ നന്ദിയുണ്ട് ആശാനെ.
പക്ഷേ ഇപ്പോൾ പിരിവൊന്നും എടുക്കണ്ട. കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് നേരെ അർച്ചന കിട്ടുന്ന പണം മുഴുവൻ അയച്ചു തരുന്നുണ്ട്. രേവതിയും ജോലിക്ക് പോകുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തട്ടി മുട്ടി അങ്ങ് പോവും. രായപ്പനൊരു അഭിമാനിയാണെന്നറിയാം. എന്താ അഭിമാനം? ഒന്നുമില്ല. എനിക്കൊരാപത്ത് വന്നപ്പോ എന്നോടൊപ്പം നിന്നവരാ നിങ്ങളൊക്കെ. നിങ്ങൾ എനിക്കൊരു സഹായം മാത്രം ചെയ്താൽ മതി. ഇവിടെ കയറി വന്ന് എൻ്റെ പെൺമക്കളെ ആരും ഒന്നും ചെയ്യരുത്. ആ ഒരു കരുതൽ മാത്രം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ മതി. അതെന്നും ഉണ്ടാകും. ആ എസ് പിയും കൂട്ടരും പത്തിമടക്കി പോയില്ലയോ? ഇനി റോസുമലയിലേക്ക് വരാൻ അവരുടെ മുട്ടിടിക്കും. അർച്ചന ഇങ്ങോട്ട് വന്നേ തീരൂ. ഈ വീട്ടില് അവൾക്ക് ജീവിക്കണം. ഞങ്ങളുണ്ട് രായപ്പ നിങ്ങളുടെ കൂടെ. ധൈര്യമായിട്ട് അവളോട് വരാൻ പറ. 1-2 മാസം കഴിഞ്ഞേ അർച്ചന ഇങ്ങോട്ട് വരൂ. അതുവരെ അവളോട് നിൽക്കട്ടെ. അപ്പോ പിരിവെടുക്കണ്ടെന്ന് എല്ലാവരോടും പറയാം. ഇപ്പോ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ആശാ നാട്ടുകാരോട് പറയണം. ഞാൻ വലിയ അഭിമാനം കാണിച്ചതാണെന്ന് അവർക്ക് തോന്നരുത്. അങ്ങനൊന്നും തോന്നില്ല രായപ്പ. എന്നാലേ ഞാൻ ഈ വിവരം എല്ലാവരോടും പറയാം. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ആശാഞ്ചില്ലേ? മാഡം, കുടിക്കാൻ എന്തെങ്കിലും വേണോ? എനിക്കിപ്പോ വേണ്ടത് നിന്റെ സഹായമാ. മാഡത്തെ ഞാനെങ്ങനെ സഹായിക്കാനാ? ഈ ഒരു ദിവസം കൊണ്ട് നിനക്കൊരു ലോട്ടറി അടിക്കുക. 10 ലക്ഷത്തിന്റെ ബമ്പർ സമ്മാനം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ പ്രസവിച്ചവളാണെന്നും നിരഞ്ജനയുടെ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാറുണ്ടെന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നീ ആ നന്ദി എന്നോട് കാണിച്ചില്ല. എന്റെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ട് പോലും. നിങ്ങൾ സംസാരിക്കുന്ന കുറച്ചൊക്കെ ഞാൻ കേട്ടു. എന്നെ ഇവിടെ നിറക്കാനാണ് അവളുടെ തീരുമാനം. എന്നിട്ട് നീ അതെന്നോട് പറഞ്ഞോ? കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടാ നീ എന്റെ കയ്യിൽ നിന്ന് പണം ചോദിച്ചു വാങ്ങിയതെന്ന് ഞാൻ പറഞ്ഞ? മാഡം, എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല. അതിനുവേണ്ടിയല്ല കടല് കടന്ന് ഭാമിനി വന്നത്. ഇനി നിന്നോടൊരു കാര്യം ഞാൻ പറയാം. രാത്രി എന്റെ ആളാ ഈ വീട്ടിൽ കയറിയത്. അതെ, ആ കുഞ്ഞിന് വേണ്ടിയാ ഞാനത് ചെയ്തത്. അത് നിരഞ്ജനയുടെ കുഞ്ഞൊന്നും അല്ല. മറ്റാരുടെയോ കുഞ്ഞിനെ സ്വീകരിച്ച് അവൾ ഇവിടെ വന്ന് ഒളിച്ചു താമസിക്കുക. അവളുടെ ജീവിതത്തിൽ ഒരു ഇത്തിൽക്കണ്ണിയായിട്ട് ആ കുഞ്ഞുണ്ടാവാൻ പാടില്ല. അവൾ ബാത്റൂമിൽ കയറുന്ന സമയം നോക്കി നീ ആ കുഞ്ഞിനെ എടുത്ത് താഴെ എത്തിച്ചു തരണം. അതിനെ കൊണ്ടുപോകാൻ ആള് വരും. അഴകേച്ചനെ ഞാൻ മാറ്റിക്കോളാം. നീ കിച്ചണിലായിരുന്നു എന്ന് മാത്രം പറഞ്ഞാ മതി. ഇല്ല, ഞാനത് ചെയ്യില്ല. നിങ്ങൾ എന്ത് തരാന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യില്ല. നീ ഒച്ചയെടുക്കുന്നത് ആരോടാണെന്ന് അറിയോടി? ഭാമിനി ഉണ്ണിത്താനോട്. നിന്റെ കുടുംബം എവിടെയാണെങ്കിലും ഒന്നിനെയും ബാക്കി വെച്ചേക്കില്ല ഞാൻ. ഒരു ഫോൺ കോള് മതി എനിക്ക് ഇവിടെ നിന്റെ മുന്നിൽ നിന്ന്. കാണോ നിനക്ക്? ഇവിടുത്തെ നിയമം ഭാമിനി ഒരു ചുക്കും ചെയ്യില്ല. എന്നെ കടത്തിവിടാൻ എനിക്കാളുണ്ട്. പിന്നെ നീ ഇത് നിരഞ്ജനയോടെങ്ങാനും പറഞ്ഞ നിന്റെ മുഖംമൂടി വലിച്ചു കീറിയിട്ട് ഞാൻ പോവും. നീയും നിന്റെ കുടുംബവും ഭൂമിയിലുണ്ടാവില്ല. അനുസരിച്ചാൽ 10 ലക്ഷം രൂപ നിന്റെ വീട്ടിലെത്തിയിരിക്കും. നിനക്കനുസരിക്കാതിരിക്കാൻ പറ്റില്ല. 10 മണി അവള് ബാത്റൂമിൽ കയറുന്ന നിമിഷം നീ അത് ചെയ്തിരിക്കണം.
എടി വേഗം ചെല്ല്, അവള് കുളിക്കാൻ കയറി. എനിക്ക് നിങ്ങളുടെ 10 ലക്ഷം രൂപ വേണ്ടെങ്കിലോ? എടി ഒരു കുഞ്ഞിനെ എടുത്തു കൊടുത്തു കിട്ടുന്ന പണം കൊണ്ട് ഞാനൊന്നും നേടുന്നില്ല. കുഞ്ഞിനെ നിങ്ങൾ എടുത്തു കൊടുക്കും. എന്റെ വാക്ക് നീ അനുസരിക്കില്ലല്ലേടി? ഇല്ല, ഞാൻ മുലപ്പാല് കൊടുത്തു പോയതല്ലേ വലിയ അപരാധമായി നിങ്ങൾ കാണുന്നത്. അതിന് കിട്ടുന്ന ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. ശരി, ഞാനത് ചെയ്തോളാം. പക്ഷേ ഈ സത്യം നിന്റെ നാവിന്ന് പുറത്തു പോരുത്. പോയാൽ ഭീഷണിയൊന്നുമല്ല, പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കും. ഞാൻ ആരോടും പറയില്ല. പക്ഷേ അങ്ങനൊരു കൃത്യം ചെയ്യാൻ എനിക്ക് കഴിയില്ല. ശരി, ഞാൻ തന്നെ ചെയ്തോളാം. പക്ഷേ നീ ആരോടും പറയാതിരുന്നാ മതി. വില്യംസ്, നീ എവിടെ എത്തി? മാഡം, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വീടിന്റെ പുറകുവശത്തുണ്ട്. ഓക്കെ, നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ശരി മാഡം. നിക്കവിടെ. എന്താ മോളെ? അതാ ഞങ്ങൾക്കും അറിയേണ്ടത്. എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് നിങ്ങൾ എവിടേക്കാ പോകുന്നതെന്ന്. നോക്കണ്ട, ഇനി ഒരുത്തന് റോസ്ലി ബംഗ്ലാവിന്റെ അകത്തേക്ക് കയറില്ല. അവനറിയാം പോലീസ് ഏത് നേരവും ഇവിടെ എത്തുമെന്ന്. എന്നെ നോക്കി പേടിപ്പിക്കണ്ട. ഞാൻ ചെയ്ത കുറ്റങ്ങളൊക്കെ നിരഞ്ജന മാഡത്തിനോട് പറഞ്ഞു കഴിഞ്ഞു. ആലിസ്, കുഞ്ഞിനെ വാങ്ങ. ആ വാ വാ. ഓ ഓ ഓ, ഇല്ല 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 ഇല്ല, കരയില്ല. ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുമെങ്കിൽ അതിനെ വളർത്താനും എനിക്കറിയാം. നിങ്ങളെ ഞാൻ വിശ്വസിച്ചു. അച്ഛൻ പറഞ്ഞതൊന്നും ഞാൻ ചെവിക്കൊണ്ടില്ല. രക്തബന്ധത്തിന് ഞാൻ വില കൽപ്പിച്ചു. പക്ഷേ നിങ്ങൾ എന്നെ ചതിച്ചു. നിങ്ങളുടെ പ്രവൃത്തികളിൽ എനിക്ക് നേരത്തെ സംശയം തോന്നിയതാ. നേരിട്ടൊരു തെളിവിനായി കാത്തിരുന്നതാ ഞാൻ. അത് ഇത്രത്തോളം വലുതായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടതെന്ന് എനിക്കറിയാം. ഞാനിത് ചെയ്യാത്തത് നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ പെങ്ങളായതുകൊണ്ടാണ്. എന്താ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അതും എടുത്തോണ്ട് ഈ നിമിഷം മൂന്നാറിൽ നിന്ന് പൊയ്ക്കോണം. നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കൽപ്പിക്കാം, പക്ഷെ മൂന്നാറ് വിട്ട് പോകാൻ ആജ്ഞാപിക്കാൻ നീ ആരാടി? ഈ കുഞ്ഞ് നിന്റേതല്ലാന്ന് എനിക്കറിയാം. നീ പ്രസവിച്ചിട്ടുമില്ല. ആരുടെയോ കുഞ്ഞിനെ വില കൊടുത്ത് വാങ്ങി ഒളിച്ച് താമസിക്കുക നീ. എന്നാ കാണട്ടടി, ഭാമിനിയുടെ ദേഹത്ത് കൈവയ്ക്കാനുള്ള തന്റെ ഇടം നിനക്കുണ്ടെങ്കിൽ തല്ലടി. ഇതിനകം എപ്പോഴും ഞാൻ നിങ്ങളുടെ ചെകിടടിച്ച് പൊട്ടിച്ചേനെ. കടന്നു പോ എന്റെ മുന്നിൽ നിന്ന്. ഭാമിനി ഇറങ്ങി പുറപ്പെട്ടതേ രണ്ടും കൽപ്പിച്ചു തന്നെയാ. ഞാൻ തിരിച്ചു പോകുന്നെങ്കിൽ എന്തിനു വന്നോ അത് സാധിച്ചിട്ടായിരിക്കും. നിന്റെ അച്ഛൻ നെഞ്ചു പൊട്ടി കരയുന്നത് കണ്ടിട്ടേ ഭാമിനി തിരിച്ചു പോകൂ. അവര് പോവില്ലേ മാഡം? പോയില്ലെങ്കിൽ വലിച്ചിറക്കി റോഡിൽ തള്ളും ഞാൻ.
നീ സുധിയോർത്ത് ഇവിടെ ഇരുന്നോ. അവന്റെ മനസ്സിൽ നീ ഇല്ലെന്ന് എനിക്കറിയാം. അവൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നതേ മറ്റൊരു പെണ്ണിനെയാ, അർച്ചനയെ. അവൾ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവളെ കൊണ്ടുവരും. എന്നിട്ട് സുധിയുടെ ജീവിതത്തിൽ നിന്ന് നിന്നെ പുകച്ച് പുറത്ത് ചടിക്കും ഞാൻ. ഉണ്ണിത്താന്റെ കുടുംബം കുളം തോണ്ടിയിട്ടേ ഭാമിനി തിരിച്ചു പോകൂ. മാറ്. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. അവരുടെ മാനസിക നില ആകെ തെറ്റിയിരിക്കാം മാഡം. അവർക്ക് എന്തോ കാര്യമായ തകരാറുണ്ട്. അല്ലെങ്കിൽ പട്ടാപ്പകലൊരു കുഞ്ഞിനെ എടുത്ത് ആരുടെയോ കയ്യിൽ കൊടുക്കാൻ ധൈര്യപ്പെടുവോ? അവര് പറയുന്നത് കേട്ട് മാഡം ടെൻഷൻ ആവണ്ട. സുധി സാറിനൊരു കാമുകിയുണ്ടെന്ന് പറഞ്ഞത് മാഡം കേട്ടില്ലേ? സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാ നിങ്ങള്. ചിലരിങ്ങനെയാ, തോറ്റു പോകുമ്പോ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയും. ഭ്രാന്ത് തന്നെ അവർക്ക്, മുഴുത്ത ഭ്രാന്ത്. എന്റെ കുഞ്ഞിന്റെ അമ്മ ഞാനല്ലാന്ന്, സുധിക്കൊരു കാമുകിയുണ്ടെന്ന് ഒരു പേര് വരെ അവർ സങ്കല്പിച്ച് പറഞ്ഞു. ഏതൊരു അർച്ചന പോലും. ഞാനിതൊക്കെ അനുഭവിക്കണം ആലീസെ. ആലീസ് മോനെ കൊണ്ടേ തൊട്ടിലേക്ക് കിടത്താം.